ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പേടിഎമ്മിൽ എങ്ങനെ ഫാസ്റ്റാഗ് ഓർഡർ ചെയ്യാം, അൺബോക്സിങ്ങും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ പേടിഎം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിയുമ്പം ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണും. ഏറ്റവും മേളിൽ ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും മാനേജ് ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ബൈ ഫാസ്ടാഗ് ഫോർ കാർ, ജീപ്പ്, വാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക. അതായത് RC ബുക്കിൻ്റെ ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം കൂപ്പണൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് പിൻകോഡും അടിച്ച് അഡ്രസ്സും കൊടുത്തതിൻ്റെ ശേഷം ബൈ ഫോർ 350 റുപ്പീസ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അതിന് അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ പേയ്മെൻ്റ് ആണ് 350 രൂപ അടച്ച് കഴിയുമ്പോഴത്തേനും അവർ ഓർഡർ സക്സസ്ഫുൾ ആവും. അത് കഴിഞ്ഞ് ഫാസ്റ്റാഗ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് അടുത്തുള്ള ഡെലിവറി കൊറിയർ സർവീസിൽ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും വന്നു കഴിയുമ്പോഴത്തേനും. സോ അങ്ങനെയാണ് പേടിഎമ്മിൽ ഫാസ്റ്റാഗ് ഓർഡർ ചെയ്യുന്നത്. ഇനി വന്നു കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. സോ ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഇത് വരുന്നത്. ഇത് ഡെലിവറി അടുത്തുള്ള കൊറിയർ സർവീസിൽ വരും. അത് നമ്മൾ പോയി കളക്ട് ചെയ്യണം, ചില സ്ഥലത്ത് കൊണ്ട് കൊടുക്കുമായിരിക്കും. സോ ഞാൻ പോയി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിനകത്ത് ഒരു ബില്ലും പിന്നെ ഫാസ്ടാഗിൻ്റെ ഒരു കവറും ഉള്ളൂ. ഇനി ആ ചെറിയ കവറിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് ബില്ല് വരുന്നുണ്ട്, 350 രൂപ ബില്ല് വന്നിട്ടുണ്ട്. ആ ചെറിയ കവറിനകത്ത് ഇതിൻ്റെ ഒരു ഗൈഡ് ഇരിക്കുന്നുണ്ട്, ഫാസ്ടാഗ് എങ്ങനെ ഒട്ടിക്കണ്ടേന്നൊക്കെ ഉള്ളതാണ്. അതിനകത്ത് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഗൈഡ് അതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഫാസ്ടാഗ് ആണ് പിന്നെ വരുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു ഫോം പൂരിപ്പിക്കാനുള്ള ഒരു ഫോമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആ ഫാസ്ടാഗ് സാധാ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ തന്നെ അത് പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഗ്ലാസ്സിൽ ഒട്ടിച്ചാൽ മതി കാറിൻ്റെ. അത് ഫ്രണ്ടിൽ നടുക്കായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക, കാരണം ടോൾ ബൂത്തിൻ്റെ ഒക്കെ സെൻസർ ഏകദേശം വണ്ടിയുടെ നടുക്ക് കാണുന്ന പോലെയാണ് സെൻസർ വെക്കുന്നത്. സോ നടുക്ക് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. സോ അത്രേ ഉള്ളൂ ഫാസ്ടാഗിൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.